ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിൻ്റെ സ്റ്റെപ്പ് റെസ്പോൺസ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റെപ്പ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുക്കുമ്പം സിസ്റ്റം തരുന്ന ഔട്ട്പുട്ടിനെയാണ് സ്റ്റെപ്പ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പം അതിന് ഡിപ്പെൻസ് ഓൺ ഡാമ്പിംഗ് റേഷ്യോ സീറ്റ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ സീറ്റയുടെ വാല്യൂ അനുസരിച്ചിട്ട് സിസ്റ്റം സീറ്റ ഈക്വൽ ടു 0 ആണെങ്കിൽ ഇറ്റ് ഈസ് അൺഡാംഡ്. ദെൻ അൺഡാംഡിൻ്റെ ഓൾറെഡി നമ്മൾ ഡിറൈവ് ചെയ്തു. അൺഡാംഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാമ്പിംഗ് ഒന്നുമില്ല. നമ്മുടെ ഇപ്പം ഇങ്ങനെ കിട്ടുന്നൊരു സിഗ്നലാണെങ്കിൽ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തിരിക്കും. അതിനാണ് അൺഡാംഡ് എന്ന് പറയുന്നത്. ഡാമ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഹൈ വാല്യൂയിൽ നിന്ന് സെറ്റിൽ ആയിക്കൊണ്ടേയിരിക്കും. ഇതിനാണ് ഡാമ്പിംഗ് എന്ന് പറയുന്നത്. നമ്മൾ കുഞ്ഞു ക്ലാസ്സിലേ പഠിക്കുന്നതാണ്. അപ്പം അൺഡാംഡ് ആണെങ്കിൽ ഡാമ്പ് ചെയ്യത്തില്ല, കണ്ടിന്യൂസ് സെയിം സിഗ്നൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ അൺഡാംഡിൻ്റെ നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് ഈസ് അണ്ടർ ഡാംഡ് സെക്കൻഡ് ഓർഡർ സിസ്റ്റം. അണ്ടർ ഡാംഡ് എന്ന് പറയുന്നത് സിസ്റ്റമാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നത്. അതിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണെന്നാണ് പഠിക്കുന്നത്. ഓൾറെഡി നമുക്ക് CS/RS എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ജനറൽ എക്സ്പ്രഷനാണ്. അത് ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കുക. ωn² + 2 ωn × S + ωn² എന്നാണ്. അപ്പോൾ നമ്മൾ പഠിച്ചു സീറ്റ എന്ന് പറയുന്ന വാല്യൂ വിച്ച് ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇറ്റ് ഈസ് അൺഡാംഡ് സിസ്റ്റം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സിഗ്നൽ ഇങ്ങനെയായിരിക്കും. ദെൻ അത് ഡിറൈവ് ചെയ്തിരുന്നു നമ്മൾ എക്സാമിന്. ഒരു പേപ്പറിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് ഒരു ഡിറൈവ് റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം അണ്ടർ ഡാംഡോ അൺഡാംഡോ ക്രിട്ടിക്കലി ഡാംഡോ ഓവർ ഡാംഡോ ഏത് വേണമെങ്കിലും ചോദിക്കാം. സോ സീറ്റ ഈക്വൽ ടു 0 ആണെങ്കിൽ ഇറ്റ് ഈസ് അൺഡാംഡ്, ഡാമ്പിംഗ് ഇല്ല. നെക്സ്റ്റ് കേസാണ് നമ്മൾ പഠിക്കുന്നത്. സീറ്റ ഈസ് ഇൻ ബിറ്റ്വീൻ 0 and 1. 0യ്ക്കും 1നും ഇടയ്ക്കാണ് സീറ്റയുടെ വാല്യൂ എങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് എൻ അണ്ടർ ഡാംഡ് സിസ്റ്റം. അപ്പോൾ അത് ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു സീറ്റയുടെ വാല്യൂ വേരിയൻസ് എങ്ങനെയാണെന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു അണ്ടർ ഡാംഡ് സിസ്റ്റമാണ് കാണുന്നത്. അണ്ടർ ഡാംഡ് സിസ്റ്റത്തിൻ്റെ റൂട്ട്സ് എടുക്കുക. ഒരു സിസ്റ്റത്തിൻ്റെ ക്യാരക്ടർ തീരുമാനിക്കുന്നത് ഡിനോമിനേറ്റർ പോളിനോമിയലിൻ്റെ റൂട്ട്സാണെന്ന് പറഞ്ഞു. സോ നമ്മൾ റൂട്ട്സ് ഓഫ് ഡിനോമിനേറ്റർ എടുക്കുകയാണ്. ഡിനോമിനേറ്റർ എന്ന് പറയുന്നതാണ് S² + 2 ωns + ωn². ഓൾറെഡി നമ്മളതിൻ്റെ റൂട്ട് ഇക്വേഷനൊക്കെ മുമ്പത്തെ ഡെറിവേഷനിൽ ചെയ്തിരുന്നു. S = -θ ωn ± ωn × √θ² - 1. ദെൻ ഇവിടെ സീറ്റയുടെ വാല്യൂ അവിടെ നമ്മൾ അൺഡാംഡാണ് ചെയ്തത്. സീറ്റ ഈക്വൽ ടു 0 ആയിരുന്നു. ദെൻ ഇവിടെ സീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് വരും? ഇൻ ബിറ്റ്വീൻ 0 and 1 ആണ്. ദറ്റ് ഈസ് <<1 ആണ്. സീറ്റ <1 ആയിരിക്കും. സോ σ² ഈസ് ഓൾസോ <1 ആൻഡ് 1 - θ² ഈസ് ഓൾവേസ് പോസിറ്റീവ്. വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 1 - θ² എന്ന് പറയുന്ന വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. സോ ഇതിനെ ഈ ഒരു ഫോമിനെ എസിൻ്റെ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഇവിടെ. S = -θ ωn ± ωn × √(-1) കോമൺ എടുക്കുമ്പോൾ 1 - θ² എന്ന് കിട്ടും. നമ്മൾ പറഞ്ഞു സീറ്റ <1 ആണ്. സോ σ² <1 ആയിരിക്കും. സോ 1 - θ² ഇസ് എ പോസിറ്റീവ് വാല്യൂ. സോ √-1 പുറത്തെടുക്കുന്നപ്പോൾ J എന്ന് എഴുതി ഇവിടെ. J ωn × √(1 - θ². നമ്മളിനി പഠിക്കുന്ന എക്സ്പ്രഷനിലെല്ലാം വേണ്ടുന്നൊരു സംഭവമാണിത്. റൂട്ട് ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ S = -θ ωn ± J ωn × √(1 - θ². ഇതിന് നമ്മൾ ഡോമിനൻറ്റ് പോൾ എന്നൊക്കെ മാർക്ക് ചെയ്യുന്നത് ഈ പോളിനെയാണ്. -θ ωn ± J ωn × √(1 - θ². ദെൻ ഇവിടെ ωd എന്ന് പറയുന്നത് ഡാംഡ് നാച്ചുറൽ ഫ്രീക്വൻസി. ωn എന്ന് പറയുന്നത് അൺഡാംഡ് നാച്ചുറൽ ഫ്രീക്വൻസി ആയിരുന്നു. ωd ഈസ് നത്തിങ് ബട്ട് ωn × √(1 - θ². സോ നമുക്കിതിനെ റീഅറേഞ്ച് ചെയ്യാം. S = -θ ωn ± J × ωn √(1 - θ²ന് പകരം ωd എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിനെയാണ് നമ്മൾ ഡോമിനൻറ്റ് പോൾ എന്ന് മാർക്ക് ചെയ്യാറുള്ളത്. ദെൻ റെസ്പോൺസ് ഇൻ S ഡൊമൈൻ. ഇനി S ഡൊമൈനിലെ റെസ്പോൺസ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ CS/R ആണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്നറിയാം. നമ്മൾ പ്രധാനമായിട്ട് അറിയേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ R എന്ന് പറയുന്നത് ഇൻപുട്ടാണെന്നും ഇവിടെ നമുക്കൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. G എന്ന് പറയുന്ന ട്രാൻസ്ഫർ ഫംഗ്ഷൻ അത് സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിൽ R എന്ന് പറയുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് സ്റ്റെപ്പാണെങ്കിൽ
ഇൻപുട്ട് സ്റ്റെപ്പാണെങ്കിൽ കിട്ടുന്ന റെസ്പോൺസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട്, അതിനെയാണ് നമ്മൾ C(S) എന്ന് വിളിക്കുന്നത്. അപ്പം ഔട്ട്പുട്ടാണ് നമ്മൾ ഇൻപുട്ടിൽ സ്റ്റെപ്പ് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ടിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സ്റ്റെപ്പ് റെസ്പോൺസാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ ആ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ C(S) CS/RS എന്ന് പറയുന്നത് എന്താണ്? CS/RS എന്ന് പറയുന്നത് G(S) ആണ്. സോ CS/RS എന്ന് പറഞ്ഞാൽ G(S) ആണ്. C(S) നമ്മുടെ കയ്യിലുണ്ട്. ദെൻ R(S) എന്ന് പറയുന്നത് സ്റ്റെപ്പ് ഇൻപുട്ടാണ്. സോ നമുക്ക് വരുന്ന C(S) ആണ് നമുക്ക് വേണ്ട, റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം ആണ് വേണ്ടത്. ദാറ്റ് ഈസ് C(S). എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കുന്നത് C(S) ആണ് നിങ്ങൾക്ക് വേണ്ടത്. R(S) എന്ന് പറയുന്നത് ഇൻപുട്ടാണ്. സിസ്റ്റം നമുക്കറിയാം, സെക്കൻഡ് ഓർഡർ സിസ്റ്റം ഈസ് (n²/s² + 2ζ ωns + ωn² ആണ്. സോ R(S)ൽ നമ്മൾ 1/s എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്തുകൊണ്ട് 1/s? യൂണിറ്റ് സ്റ്റെപ്പാണ്. R(t) എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ അതിൻ്റെ ലാപ്ലേസ് എന്ന് പറയുന്നത് 1/s ആണ്. നമുക്ക് സ്റ്റെപ്പ് റെസ്പോൺസ് ആണ്, സ്റ്റെപ്പ് കൊടുക്കുമ്പോൾ റെസ്പോൺസ് ആണ് വേണ്ടത്. സോ 1/s കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു നമ്മുടെ സിസ്റ്റത്തിന്. സോ വി വിൽ ഗെറ്റ് C(S)ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് R(S) × G(S) ആണ്, സിസ്റ്റമാണ്. ദിസ് ഈസ് G(S), ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദിസ് സിസ്റ്റം. ഇനി അതിന് സ്റ്റെപ്പ് കൊടുക്കുമ്പോൾ റെസ്പോൺസ് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് C(S) = ωn²/s × s² + 2ζ ωns + ωn² എന്ന് കിട്ടും. അഗെയിൻ പാർഷ്യൽ ഫ്രാക്ഷൻ എക്സ്പാൻഷൻ വെച്ച് സോൾവ് ചെയ്യണം. a/s + bs + c/s² + 2ζ ωns + ωn². നിങ്ങൾ മാത്സിൽ ലാപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ എക്സ്പാൻഷൻ ലാപ്ലേസിൻ്റെ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് 3 കോൺസ്റ്റൻറ്റ് A, B and C കണ്ടുപിടിക്കേണ്ടി വരും. ഒരു സെക്കൻഡ് ഓർഡറിലുള്ളൊരു പോളിനോമിയലാണ് വരുന്നതെങ്കിൽ നമ്മൾ BS + C/something അങ്ങനെയാണ് എഴുതുന്നത്. ദെൻ ഇതിനെ സോൾവ് ചെയ്യണം. ഇവിടെ അതിൻ്റെ സൊല്യൂഷനാണ്. ദെൻ A, B and Cയുടെ വാല്യൂസ് കണ്ടുപിടിച്ചിരിക്കുവാണ്. ഈ ഒരു മെത്തേഡ്, ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. എയുടെ വാല്യൂ 1 എന്ന് കിട്ടി, B = -1, C = -2ζ ωn. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച മെത്തേഡിൽ തന്നെ സോൾവ് ചെയ്ത് പോവുക, ഇക്വേഷൻ സോൾവ് ചെയ്യുക, A, B and C കണ്ടുപിടിക്കുക. ദെൻ അങ്ങനെ കണ്ടുപിടിച്ച വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടിയ C(S) ആണിത്. 1/s - s + 2ζ ωn/s² + 2ζ ωns + ωn². അപ്പം നമ്മൾ ഈ പോർഷൻ പാർഷ്യൽ ഫ്രാക്ഷൻ എക്സ്പാൻഷൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കണം. നിങ്ങൾക്ക് അറിയാമെന്നുള്ള ഇതിലാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ബുക്കിൽ എഴുതി നോക്കുക, ഡെറൈവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പറയണം എൻ്റെ അടുത്ത്. അപ്പം നമ്മൾ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. C(S)ന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്തെടുക്കുകയാണ് ഇവിടെ. ES 1/s - s + 2ζ. അപ്പം ഈ ഒരു നമുക്ക് ടൈം ഡൊമൈനിലുള്ളൊരു ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആണ് ഈ പരിപാടികളൊക്കെ ഇതിനകത്ത് ചെയ്യുന്നത്. ലെറ്റ് us add and subtract ζ² ωn² to the denominator of second term in the equation. ഇതിനെ നമുക്കൊരു പോൾ എവിടെ ലൊക്കേറ്റ് ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ζ² ωn² എന്ന് പറയുന്ന വാല്യൂ ഡിനോമിനേറ്ററിൻ്റെ സെക്കൻഡ് ടേമിൻ്റെ കൂടെ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. ഡിനോമിനേറ്റർ പോളിനോമിയൽ എന്ന് പറയുന്നത് s² + 2ζ ωns + ωn² ആണ്. അതിൻ്റെ കൂടെ ζ² ωn² ആഡ് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു. ദെൻ അങ്ങനെ ചെയ്യുമ്പം നിങ്ങൾ ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് എസ്സിൻ്റെ കോയഫിഷ്യൻ്റ് ഏതാ? ഇവിടുത്തെ എസ്സിൻ്റെ കോയഫിഷ്യൻ്റ് ഏതാ? ഡിനോമിനേറ്ററിൽ 2ζ ωn ആണ് എസ്സിൻ്റെ കോയഫിഷ്യൻ്റ്. എസ്സിൻ്റെ കോയഫിഷ്യൻറ്റിൻ്റെ ഹാഫ് ഏതാ? ζ × ωn, അതിൻ്റെ സ്ക്വയർ. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണിത്. മാത്സിൽ എന്തായാലും എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൽ പഠിക്കുന്നുണ്ടത്. ζ × ωn എന്ന് കിട്ടും. ദാറ്റ് ഈസ് എസ്സിൻ്റെ കോയഫിഷ്യൻറ്റ് 2ζ ωn, അതിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് ζ ωn, അതിൻ്റെ സ്ക്വയർ. സോ ζ² ωn² കൊണ്ട് ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇത് പ്രോപ്പർ ഫ്രാക്ഷനായിട്ട് മാറുന്നത്. ഇത് ഡെറിവേഷൻ പഠിക്കാൻ വയ്യാത്ത ആൾക്കാർ ഇതിൻ്റെ ഫൈനൽ ആൻസറെങ്കിലും പഠിച്ചു വയ്ക്കണം.
ഒരു തവണ ചോദിച്ചിട്ടുണ്ട് ഡെറിവേഷൻ ഏതെങ്കിലും ഒന്നിൻ്റെ അൺഡാംഡോ അണ്ടർ ഡാംഡോ ഓവർ ഡാംഡോ അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ അതിനെ സോൾവ് ചെയ്തിട്ട് എഴുതിയിരിക്കുവാണ് എസ് പ്ലസ് 2 സീറ്റ ഒമേഗ എൻ എസ് പ്ലസ് സീറ്റ ഒമേഗ എൻ ദ ഹോൾ സ്ക്വയർ ഒരു ടേമായിട്ട് മാറ്റി. സോ അതിനെ നമുക്ക് എന്തെഴുതാം, എസ് പ്ലസ് സീറ്റ ഒമേഗ എൻ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ദാറ്റ് ഈസ് എസ് പ്ലസ് സീറ്റ ഒമേഗ എൻ ഹോൾ സ്ക്വയർ എന്ന് എന്താ, എസ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എസ് ഇൻറ്റു സീറ്റ ഒമേഗ എൻ പ്ലസ് സീറ്റ ഒമേഗ എൻ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി. അറിയാലോ, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനാണ് ഇത്രയും പോർഷൻ വരുന്നത്. പ്ലസ് ഒമേഗ എൻ സ്ക്വയർ മൈനസ് സീറ്റ സ്ക്വയർ ഒമേഗ എൻ സ്ക്വയർ. അപ്പം അതിൽ നിന്ന് നമുക്ക് ഒമേഗ എൻ സ്ക്വയർ കോമൺ എടുക്കാം. എന്ത് കിട്ടും, 1 മൈനസ് സീറ്റ സ്ക്വയർ എന്ന് കിട്ടും. നമുക്കറിയാം ഒമേഗ എൻ എന്ന് പറയാം, ഒമേഗ എൻ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ എന്താണ്, ഒമേഗ ഡി ആണ്. അപ്പം ഇതിൻ്റെ സ്ക്വയർ ആണല്ലോ ഇവിടെ കിടക്കുന്നത്. ദാറ്റ് ഈസ് ഒമേഗ ഡി സ്ക്വയർ എന്നതിനെ എഴുതാം. അങ്ങനെയാണ് ഇവിടെ സോൾവ് ചെയ്തേക്കുന്നത്. എസ് പ്ലസ് 2 സീറ്റ ഒമേഗ എൻ ബൈ എസ് പ്ലസ് സീറ്റ ഒമേഗ എൻ ദ ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ ഡി സ്ക്വയർ. സോ അതിന് എസ് പ്ലസ് 2 സീറ്റ ഒമേഗ എന്നെ 2 ടേം ആക്കി. എസ് പ്ലസ് സീറ്റ ഒമേഗ എൻ എസ് പ്ലസ് 2 സീറ്റ ഒമേഗ എൻ ഉണ്ട്. അപ്പം എസ് പ്ലസ് സീറ്റ ഒമേഗ എൻ ബൈ എസ് പ്ലസ് ഒമേഗ എൻ ദ ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ ഡി സ്ക്വയർ മൈനസ് സീറ്റ ഒമേഗ എൻ എസ് പ്ലസ് സീറ്റ ഒമേഗ എൻ സ്ക്വയർ പ്ലസ് ഒമേഗ ഡി സ്ക്വയർ. അപ്പം ഇവിടെ എന്തുകൊണ്ടാണ് മൈനസ് വന്നത്, ഇവിടെ മൈനസ് കോമൺ ആണ്, മൈനസ് ഓഫ് എന്നാണ് ഇവിടെ ഉള്ളത്. സോ ആ മൈനസ് ആണ് ഇവിടെ രണ്ടിടത്തും വരുന്നത്. ഇവിടെ ഒരു മൈനസ്, ഇവിടെ ഒരു മൈനസ് വരും. ദെൻ ഇതിൻ്റെ എക്സ്പ്രഷൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. നമ്മൾ കൺട്രോൾ സിസ്റ്റം തുടങ്ങിയപ്പോൾ ലാപ്ലേസിൻ്റെ കുറേ വാല്യൂസ് നമ്മൾ പഠിച്ചു വെച്ചാലേ കാര്യം നടക്കുകയുള്ളൂ. അപ്പം ഇവിടെ നമുക്ക് വേണ്ടുന്നത് ടൈം റെസ്പോൺസ് ആണ് വേണ്ടത്. നമ്മുടെ കയ്യിൽ എസ് ഡൊമൈനിലുള്ള റെസ്പോൺസേ ഉള്ളൂ. സി ഓഫ് എസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്, സി ഓഫ് ടി ആണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ എന്ത് ചെയ്യണം, ഈ സി ഓഫ് എസിൻ്റെ ലാപ്ലേസ് ഇൻവേഴ്സ് എടുക്കണം. ലാപ്ലേസ് ഇൻവേഴ്സ് എടുക്കണമെങ്കിൽ ഈ തന്നിരിക്കുന്ന ടേംസിന്, കിട്ടിയിരിക്കുന്ന ടേംസിൻ്റെയൊക്കെ ലാപ്ലേസ് വേണം. സോ 1/s ലാപ്ലേസ് ഇൻവേഴ്സ് ഇസ് നത്തിങ് ബട്ട് എന്താ, സ്റ്റെപ്പാണ്. 1ൻ്റെ ലാപ്ലേസ് ആണ് 1/s. സോ 1/s ലാപ്ലേസ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1 ആണ്. ദെൻ അടുത്ത നെക്സ്റ്റ് ടൈം നോക്കുക, എസ് പ്ലസ് സീറ്റ ഒമേഗ എൻ ബൈ എസ് പ്ലസ് സീറ്റ ഒമേഗ എൻ ദ ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ ഡി സ്ക്വയർ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, അല്ലെങ്കിൽ എസ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് കോസ് ഒമേഗ ടി ആണ്. ഇവിടെ കോസ് ഒമേഗ ടി നമുക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റത്തില്ല, ബിക്കോസ് എസ് എന്ന് പറയുന്ന ടേമിന് പകരം എസ് പ്ലസ് സംതിങ് ഉണ്ട്. എസ് പ്ലസ് സംതിങ് മീൻസ് എസ് പ്ലസ് എ ബൈ എസ് പ്ലസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത്. സോ ഇറ്റ് ഈസ് അതിൻ്റെ ലാപ്ലേസ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് എ ടി കോസ് ഒമേഗ ടി ആണ്. സോ ഈ ഒരു പർട്ടിക്കുലർ ടേമിന് പകരം ഇവിടെ വരുന്നത് ഇ റേസ് ടു മൈനസ് എ ടി കോസ് ഒമേഗ ടി. ഇവിടെ ഇ റേസ് ടു മൈനസ് എയുടെ സ്ഥാനത്തുള്ളത് സീറ്റ ഇൻറ്റു ഒമേഗ എൻ ആണ്. സോ ഇ റേസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ഇൻറ്റു ടി ഇൻറ്റു കോസ് എ ടി കോസ് ഒമേഗ ടി കോസ് ഒമേഗ ഡി ടി. ദെൻ അതുപോലെ നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് മൈനസ് സീറ്റ ഒമേഗ എൻ ബൈ ഒമേഗ ഡി കോൺസ്റ്റൻറ്റ്, അത് മാറ്റുന്നു. ദെൻ ഏത് ഫോമില, ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എന്നുള്ള ഫോമിലാണ്. അതിൻ്റെ എക്സ്പ്രഷൻ ലാപ്ലേസ് ഇൻവേഴ്സസ് റേസ് ടു മൈനസ് എ ടി സൈൻ ഒമേഗ ടി. സോ ഇവിടെ റേസ് ടു മൈനസ് സൈൻ സീറ്റ ഒമേഗ എൻ ടി സൈൻ ഒമേഗ ഡി ടി എന്ന് വരും. ദെൻ ഇവിടെ 1 മൈനസ് ഇ റേസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ടി കോമൺ എടുത്തു. ബാക്കി റിമൈനിങ് ടേംസ് എഴുതിയിരിക്കുകയാണ്. കോസ് ഒമേഗ ഡി ടി പ്ലസ് സീറ്റ ഒമേഗ എൻ ബൈ ഒമേഗ എൻ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ സൈൻ ഒമേഗ ഡി ടി. സോ അത് സോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ റെസ്പോൺസ് സോൾവ് ചെയ്ത് എഴുതിയിരിക്കുവാണ്. ദെൻ നിങ്ങൾ ഇത്രയും കാര്യം എന്തായാലും പഠിച്ചിരിക്കണം. ദാറ്റ് ഈസ് നമുക്ക് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ സീറ്റ എന്ന് പറയുന്നത് അതിൻ്റെ ബേസും 1 മൈനസ് സീറ്റ സ്ക്വയറും ആണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ദാറ്റ് ഈസ് നമുക്കറിയാം റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ ഏത് ടൈമാണ് നമുക്ക് വന്നത്, ഇവിടെ റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ ഉണ്ട്. അപ്പം ഇതിൻ്റെ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇത് പഠിച്ചു വയ്ക്കണം. ഇത് പ്രോബ്ലത്തിൽ ഇനി അങ്ങോട്ട് റൂട്ട് ലോക്കസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അടുത്ത മൊഡ്യൂളിൽ വരയ്ക്കാനുണ്ട്. സ്റ്റെബിലിറ്റിയും കാര്യങ്ങളും വരുമ്പോൾ റൂട്ട് ലോക്കസ് വെച്ചിട്ട് വരയ്ക്കാനുണ്ട്. അപ്പം റൂട്ട് ലോക്കസിൽ
ഈ ആംഗിളും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം. സോ ടാൻ തീറ്റ ഇസിക്കൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ ബൈ സീറ്റ എന്ന് നമുക്ക് ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നിന്ന് കിട്ടും. ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അങ്ങ് പഠിച്ചു വയ്ക്കുക. സീറ്റ റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ 1 ആൻഡ് ആംഗിൾ തീറ്റ. സോ അത് വെച്ചിട്ടാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുത്തേക്കുന്നത്. സീറ്റയ്ക്ക് പകരം ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ 1 മൈനസ് ഇ റേസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ടി ബൈ റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ കോമൺ എടുത്ത് കഴിയുമ്പം സൈൻ ഒമേഗ ഡി ടി ഇൻറ്റു സീറ്റ എന്ന് വരും. സീറ്റയ്ക്ക് പകരം ഇവിടെ കോസ് തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കോസ് ഒമേഗ ഡി ടി ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ വരും. അതിന് പകരം സൈൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. ഈ ഒരു ട്രയാങ്കിളിൽ നിന്ന് കോസ് തീറ്റ എന്ന് പറയുന്നത് സീറ്റയും സൈൻ തീറ്റ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയറുമാണ്. സോ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുന്നു. ദെൻ ഈ ഒരു ട്രിഗണോമെട്രിക് എക്സ്പ്രഷന് സൈൻ ഒമേഗ ഡി ടി പ്ലസ് തീറ്റ എന്ന് എഴുതുന്നു. സൈൻ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ടുണ്ട്. സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. അത് വെച്ചിട്ടാണ് ഈ ഒരു സൊല്യൂഷൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു എക്സ്പ്രഷനാണ് നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ടത്. ഒരു ജനറൽ എക്സ്പ്രഷൻ, ജനറൽ എക്സ്പ്രഷൻ ഫോർ റെസ്പോൺസ് ഓഫ് എ സെക്കൻഡ് ഓർഡർ സിസ്റ്റം. ഇതങ്ങ് പഠിച്ചു വയ്ക്കുക. സി ഓഫ് ടി ഈസ് ഈക്വൽ ടു, ഈ ഡെറിവേഷൻ ഒന്നും പഠിക്കാൻ വയ്യാത്ത ആൾക്കാർ ഈ ഒരു എക്സ്പ്രഷൻ പക്കായിട്ട് പഠിച്ചിരിക്കണം. ദാറ്റ് ഇസ് സി ഓഫ് ടി ഈസ് ദ ടൈം റെസ്പോൺസ് ഓഫ് എ സെക്കൻഡ് ഓർഡർ സിസ്റ്റം. C of t is equal to 1 minus e raised to minus zeta omega n t by root of 1 minus zeta square sin omega dt plus theta. ഈ ഒരു എക്സ്പ്രഷൻ പഠിച്ചു വയ്ക്കുക. ഈ ഒരു എക്സ്പ്രഷനിൽ സീറ്റയുടെ വാല്യൂ നമ്മൾ അണ്ടർ ഡാംഡ് സിസ്റ്റമാണ് പറയുന്നത്. ദാറ്റ് ഇസ് 0യ്ക്കും 1നും ഇടയ്ക്കാണ് സീറ്റ. ഇനി നിങ്ങൾ സീറ്റയ്ക്ക് 0 കൊടുത്ത് നോക്കാം, 1 കൊടുത്ത് നോക്കാം, ഗ്രേറ്റർ ദാൻ 1 കൊടുത്ത് നോക്കാം. അപ്പോൾ എല്ലാം നമുക്ക് പല കണ്ടീഷൻസ് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് സീറ്റയുടെ വാല്യൂ ലെസ് ദാൻ 1 ആണ്. 0യ്ക്കും 1നും ഇടയ്ക്കാണ് ഇവിടുത്തെ സീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത്. സോ സ്റ്റെപ്പ് റെസ്പോൺസ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. which is equal to 1 minus e raised to minus theta omega n t by ഈ ബോക്സിൽ വരച്ചിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ബോക്സ് വരച്ച് ബുക്കിൽ എഴുതി പഠിക്കണം. ദെൻ റെസ്പോൺസ് വരച്ചിരിക്കുവാണ്. ഇവിടെ ഇൻപുട്ടിൽ നമ്മൾ കൊടുത്തത് സ്റ്റെപ്പ് ഇൻപുട്ട് ആർ ഓഫ് ടി. ദാറ്റ് ഇസ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ 1 തന്നെ ആയിരിക്കും. ടി ഈക്വൽ ടു ഇൻഫിനിറ്റി ചെന്നാലും സ്റ്റെപ്പ് ഇസ് 1. സോ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കണ്ടോ, ഡാമ്പ് ചെയ്ത് വരുന്നുണ്ടോ. ഈ ഒരു സിഗ്നലിനെ നമ്മളിവിടെ ഇപ്പം നമുക്ക് കിട്ടിയ ഈ ഒരു സി ഓഫ് ടി എന്ന് പറയുന്ന ഒരു സിഗ്നലിനെ പ്ലോട്ട് ചെയ്താൽ എക്സ്പൊണൻഷ്യലി ഡീക്കേം കണ്ടോ. 1 ഇ റേസ് ടു 1ൽ നിന്ന് ഇ റേസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ടി കുറഞ്ഞാണ് വരുന്നത്. അപ്പം ഇത് കണ്ടോ, അതുകൊണ്ടാണ് ഈ എക്സ്പ്രഷൻ ഡാമ്പ് ചെയ്ത് വരുന്നത്. അതായത് നമ്മൾ ഈ എക്സ്പ്രഷന് ഈ ഒരു ഇക്വേഷന് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു ഡാംഡ് സിഗ്നലായിരിക്കും കിട്ടുന്നത്. ഇതിനെയാണ് അണ്ടർ ഡാംഡ് സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സെയിം സെക്കൻഡ് ഓർഡർ സിസ്റ്റം തന്നെ, റെസ്പോൺസ് ഓഫ് ക്രിട്ടിക്കലി ഡാംഡ്. അപ്പോൾ നമ്മൾ ഏതൊക്കെ കേസാണ് പറഞ്ഞത്? സീറ്റ ഈക്വൽ ടു 0, സീറ്റ ലെസ് ദാൻ 1 അല്ലെങ്കിൽ 0യ്ക്കും 1നും ഇടയ്ക്ക് അണ്ടർ ഡാംഡ്. ഇത് അൺഡാംഡ്, ഇത് അണ്ടർ ഡാംഡ്. ദെൻ സീറ്റ ഈക്വൽ ടു 1 ഈസ് കോൾഡ് ക്രിട്ടിക്കലി ഡാംഡ് സിസ്റ്റം. ഇത് മൂന്നും ഡെറിവേഷൻ ചോദിക്കുന്നതാണ്. ഓവർ ഡാംഡിൻ്റെ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. സീറ്റ ഈക്വൽ ടു 0 അൺഡാംഡിൻ്റെ ചെയ്യാൻ എളുപ്പമാണ്. സീറ്റയ്ക്ക് 0 എടുത്ത് സോൾവ് ചെയ്യാം. 0യ്ക്കും 1നും ഇടയ്ക്ക് പറയുന്ന അണ്ടർ ഡാംഡ് സിസ്റ്റം എന്ന് പറയുന്നത് അതാണ് ഏറ്റവും വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ബിക്കോസ് ഓൾ ദ സിസ്റ്റംസ് നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റംസ് എല്ലാം, ഇലക്ട്രിക്കൽ സിസ്റ്റംസ് എല്ലാം അണ്ടർ ഡാംഡ് സിസ്റ്റംസ് ആയിരിക്കും. അതുകൊണ്ട് അതിൻ്റെ ഡെറിവേഷൻ എന്തായാലും പഠിക്കണം. സീറ്റൈക്കൽ ടു 1 എന്ന് പറയുമ്പം ഈ പറഞ്ഞ എക്സ്പ്രഷനിൽ സീറ്റയ്ക്ക് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ദെൻ സീറ്റ ഗ്രേറ്റർ ദാൻ 1 ആണ് ഓവർ ഡാംഡ്. അതങ്ങനെ ചോദിക്കാറില്ല. എൻ്റെ ഫൈനൽ ആൻസർ പഠിച്ചാൽ മതി. അപ്പം 0യ്ക്കും 1നും ഇടയ്ക്കുള്ള അണ്ടർ ഡാംഡ് സിസ്റ്റം എന്തായാലും പഠിക്കണം. ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്രിട്ടിക്കലി ഡാംഡ് ആണ്. ഇവിടെ അഗെയിൻ നമ്മുടെ കയ്യിൽ CS/RS എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ഓർഡർ സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൽ നമ്മൾ സീറ്റയ്ക്ക് എന്തെന്ന് കൊടുക്കുന്നു? സീറ്റ ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സീറ്റ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എക്സ്പ്രഷൻ ഒമേഗ എൻ സ്ക്വയർ ബൈ എസ് സ്ക്വയർ പ്ലസ് 2 ഒമേഗ എൻ എസ് പ്ലസ് ഒമേഗ എൻ സ്ക്വയർ, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് എസ് പ്ലസ് ഒമേഗ എൻ ദ ഹോൾ സ്ക്വയർ. സോ നമുക്ക് ഈ ഒരു ഫോം ഉണ്ട്. നേരത്തെ ചെയ്ത അത്ര മെത്തേഡ് തന്നെ നമുക്കതിൻ്റെ CS/RS നമുക്ക് വേണ്ടത് റെസ്പോൺസാണ്. സോ C ഓഫ് എസ് നമ്മുടെ കയ്യിലുള്ളത് CS/RS. CS/RS എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദ സിസ്റ്റം തന്നെയാണ്. ഇനി നമുക്ക് വേണ്ടത് C ഓഫ് എസ് ആണ്, റെസ്പോൺസ് ആണ്. സോ C ഓഫ് എസ് ഇസ് ഈക്വൽ ടു R ഓഫ് എസ് ഇൻറ്റു G ഓഫ് എസ് ആണ്. സോ R ഓഫ് എസ് എന്ന് പറയുന്നത് നമുക്കറിയാം സ്റ്റെപ്പ് റെസ്പോൺസാണ് പറഞ്ഞത്. സോ ഇറ്റ് ഈസ് 1/s. സോ നമ്മൾ CS ഇസ് ഈക്വൽ ടു R ഓഫ് എസ് ഇൻറ്റു നമ്മുടെ സിസ്റ്റം ചെയ്യുന്നു. R ഓഫ് എസ് ഈസ് 1/s. സോ ഒമേഗ എൻ സ്ക്വയർ ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് ഒമേഗ എൻ ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ദെൻ ഈ C ഓഫ് എസിന് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷനും കാര്യങ്ങളും ചെയ്യുവാണ്. പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുമ്പം
നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ഒരു ടേമാണ് നമുക്കൊരു പ്രോപ്പർ ഫ്രാക്ഷനായിട്ട് ആ ഡിനോമിനേറ്റർ കിടക്കുന്നതെങ്കിൽ a/s+b/s+n+c/s+സ്ക്വയർ ആ ഒരു ടേമിൽ നമുക്ക് ഫോമിൽ എഴുതാം. അറിയത്തില്ലെങ്കിൽ എന്നോട് ചോദിക്കണം. ദെൻ അവിടെ നിന്ന് നമുക്ക് എ ബി ആൻഡ് സിയുടെ വാല്യൂസ് കണ്ടുപിടിക്കണം. എ ബി ആൻഡ് സിയുടെ വാല്യൂസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. 1 -ωn and -1. ദെൻ ആ വാല്യൂസ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ 1/s -ωn/s+ωn² -1/s+ωn എന്ന് കിട്ടും. ദെൻ ഈ സംഭവത്തിൻ്റെ നമുക്ക് കിട്ടിയത് എന്താ? എസ് ഡൊമൈനിലുള്ള റെസ്പോൺസാണ്. വി ഹാവ് നമുക്ക് ഏത് റെസ്പോൺസാണ് വേണ്ടത്? C(t) വേണ്ടത്. ഏതാ? ടൈം റെസ്പോൺസാണ് വേണ്ടത്. ടൈം റെസ്പോൺസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള എസ് ഡൊമൈനിലുള്ള റെസ്പോൺസിന് എന്ത് ചെയ്യണം? ലാപ്ലേസ് ഇൻവേഴ്സ് എടുക്കണം. ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് ഈ ടേംസ് ഒക്കെ നമ്മൾ അറിയണം. ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1/s ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, ദാറ്റ് ഇസ് 1. അതായത് സ്റ്റെപ്പിൻ്റെ ലാപ്ലേസ് ആണ് 1/s. സോ ലാപ്ലേസ് ഇൻവേഴ്സ് ഇസ് 1 എന്ന് കിട്ടും. ദെൻ ωn/s+ωn² ഏതിൻ്റെ ലാപ്ലേസ് ആണെന്ന് നോക്കണം. ദാറ്റ് ഈസ് 1/s² എന്ന് പറയുന്ന സംഭവം 1/s² എന്ന് പറയുന്നത് എന്തിൻ്റെയാണ്? റാമ്പിൻ്റെയാണ്, ടിയുടെയാണ്. റാമ്പ് ഇൻപുട്ടൊക്കെ അതിനാണ് ഇൻപുട്ട്സൊക്കെ ആദ്യം പഠിച്ചത്. അപ്പം നമുക്ക് കിട്ടുന്ന ഈ ഒരു ഇത്രയും 3 സാധനങ്ങളുടെ ലാപ്ലേസ് അറിഞ്ഞിരിക്കണം. ലാപ്ലേസ് ഓഫ് സ്റ്റെപ്പ് അല്ലെങ്കിൽ 1 ആണ് 1/s. ലാപ്ലേസ് ഓഫ് t e⁻⁻at ആണ് 1/s+a². ലാപ്ലേസ് ഓഫ് e⁻⁻at ആണ് 1/s+a. ഇതെല്ലാവർക്കും അറിയാവുന്ന വിശ്വസിച്ചാണ് പോകുന്നത്. അല്ല ലാപ്ലേസും കൂടെ പഠിപ്പിച്ചിട്ട് കൺവേർഷൻ പഠിപ്പിക്കാൻ എളുപ്പമല്ല. സോ നിങ്ങളത് കുറച്ച് ടേംസിൻ്റെ പഠിച്ചു വയ്ക്കുക. അപ്പം ലാപ്ലേസ് ഓഫ് 1 എന്ന് പറയുന്നത് 1/s ആണ്. അപ്പം 1/sൻ്റെ ലാപ്ലേസ് ഇൻവേഴ്സ് നമുക്ക് 1 എന്ന് എഴുതാം. ദെൻ ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് ωn/s+ωn². ωn എന്ന് പറയുന്നൊരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പം അതിനെ നമുക്ക് മാറ്റി വെക്കാം. ωn ഇൻറ്റു 1/s+ωn². ωn ഇസ് എ കോൺസ്റ്റൻറ്റ്. 1/s എന്ന് പറയുന്നത് എസ് ഡൊമൈനിലുള്ള സാധനമാണ്. അതിൻ്റെ ലാപ്ലേസ് ഇൻവേഴ്സ് വേണം. അപ്പോൾ 1/s²ൻ്റെത് t ആണ്. അങ്ങനെയാണെങ്കിൽ 1/s+a² t ഇൻറ്റു e⁻⁻at. t ഇൻറ്റു e⁻⁻at. t ഇൻറ്റു e⁻⁻at എന്ന് പറയുമ്പം t ഇൻറ്റു എന്തൊരു ωn ഇസ് എ കോൺസ്റ്റൻറ്റ്. ദെൻ t ഇൻറ്റു എയുടെ സ്ഥാനത്ത് ωn ആണ്. സോ e⁻⁻n ഇൻറ്റു t. t ഇൻറ്റു e⁻⁻n ഇൻറ്റു t. again അടുത്ത ടേം 1/s+ωn ആണ്. ദാറ്റ് ഈസ് 1/s ആണെങ്കിൽ 1 ആണ്. 1/s+a ആണെങ്കിൽ 1 ഇൻറ്റു e⁻⁻at ആണ്. സോ ഇവിടെ 1/s+ωn ആണ്. സോ e⁻⁻n ഇൻറ്റു t. ഇത്രേ ഉള്ളൂ. അപ്പോൾ C(t)യുടെ എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞു. 1 e⁻⁻n ഇൻറ്റു t ഇൻറ്റു 1+ωn ഇൻറ്റു t. ദാറ്റ് ഈസ് ഈ സിസ്റ്റത്തിനെ നമ്മൾ പ്ലോട്ട് ചെയ്യുക. ഈ സിസ്റ്റത്തിൽ റെസ്പോൺസ് നമ്മൾ കൊടുത്ത് ഇൻപുട്ട് നമ്മൾ അറിയാം r(t) ആണ്. ഈ എക്സ്പ്രഷൻ പഠിച്ചു വയ്ക്കണം. ഈ എക്സ്പ്രഷനകത്ത് ടിക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. t = 1 2 3 4 എന്ന് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് പ്ലോട്ട് ചെയ്യുക. പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു 1ലേക്ക് എത്തുന്നൊരു സിസ്റ്റമാണ്, റെസ്പോൺസാണ് കിട്ടുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് എ ക്രിട്ടിക്കലി ഡാംഡ് സിസ്റ്റം. ഇനി ഓവർ ഡാംഡ് സിസ്റ്റമാണ്. ഓവർ ഡാംഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? θ>1 ആണ്. θ>1 വരുമ്പം എങ്ങനെയാണ് എക്സ്പ്രഷൻ വരുന്നതെന്ന് സോൾവ് ചെയ്യുക. θ>1 എന്ന് പറയുന്ന കണ്ടീഷനിൽ ഇവിടെ θ² - 1 1 ആയിരിക്കും. സോ അങ്ങനെ തന്നെ സോൾവ് ചെയ്ത് പോകേണ്ടി വരും. ഇത്രയും വലിയ ഡെറിവേഷൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഞാൻ അയച്ചിട്ടുണ്ട്, നിങ്ങളത് നോക്കുക. ഈ ഫൈനൽ എക്സ്പ്രഷൻസ് മാത്രം പഠിച്ചു വയ്ക്കുക. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് സ്റ്റെപ്പ് ഇൻപുട്ടാണ്. നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് നമ്മൾ ഓൾറെഡി ക്രിട്ടിക്കലി ഡാംഡ് പറഞ്ഞിരുന്നു. ക്രിട്ടിക്കലി ഡാംഡിന് നിങ്ങൾക്ക് കിട്ടുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. 1ലേക്ക് എത്തുന്ന ഒരു റെസ്പോൺസാണ് നമുക്ക് കിട്ടുന്നത്. ദിറ്റ് ഈസ് ക്രിട്ടിക്കലി ഡാംഡ്. ദാറ്റ് ഈസ് θ = 1. ഇനി θ>1 വരുന്ന കണ്ടീഷൻസ് ആണ് ഓവർ ഡാംഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ θയുടെ വാല്യൂ കൂടുന്തോറും ഇങ്ങനെയാണ് നമുക്ക് എക്സ്പ്രഷൻ കിട്ടുന്നത്. അത്രയേ ഉള്ളൂ അവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പം പ്രധാനമായിട്ടും നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് θ = 0, θ <1, θ = 1, θ <1. 0ക്കും 1-നോടൊക്കെയാണ്. അപ്പോൾ θ = 0 എന്തായാലും സിമ്പിളാണ് സോൾവ് ചെയ്യാൻ. ഇറ്റ് ഈസ് അൺഡാംഡ് സിസ്റ്റം. θ
1നും 0യ്ക്കും ഇടയ്ക്ക് നിൽക്കുന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സിസ്റ്റംസ് പഠിക്കാനുള്ളത്. സോ അതെന്തായാലും പഠിക്കണം. അണ്ടർ ഡാംഡ്, സീറ്റ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ക്രിട്ടിക്കലി ഡാംഡ്, സീറ്റ ഗ്രേറ്റർ ദാൻ 1 ഈസ് ഓവർ ഡാംഡ്.